മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതിന് മുൻപ് PV അൻവർ ആരോപണങ്ങൾ സർക്കാരിനെ അറിയിക്കണമായിരുന്നു എന്നാണ് TP രാമകൃഷ്ണന്റെ പ്രതികരണം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടില്ല, ആരോപണങ്ങളെല്ലാം അന്വേഷിക്കുകയാണ്, തെറ്റുകൾ കണ്ടെത്തിയാൽ നടപടി എടുക്കുമെന്നും TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹത്തിന്റെ പരാതി അടിസ്ഥാനത്തിൽ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും ഒരു കുറ്റവാളിയെയും രക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള നടപടികളിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രശ്നങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത് ബാധിക്കില്ലെന്ന് മാത്രമല്ല, തെറ്റുകൾക്കെതിരെ കർശനമായ നിലപാടെടുത്ത് മുന്നണിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടുകൾ സഹായകരമാകും. അതാണ് കേരളത്തിൻ്റെ അനുഭവം. അതാണ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. ദീപക്, ഇതുവരെ പരസ്യമായി ഏതെങ്കിലും ഒരു നേതാവ് PV അൻവറിന്റെ ഈ തുറന്നു പറച്ചിലുകൾ, വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങളോട് അതിനെ തള്ളി കളയുന്ന മറ്റുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അന്ന് തന്നെ പറഞ്ഞതെല്ലാം പരിശോധിക്കും എന്നതാണ്. അപ്പോൾ ഇതാദ്യമായി LDF കൺവീനർ പറയുന്നു അത് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നില്ല, സർക്കാരിനെ അറിയിക്കണമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ച അന്വേഷണം, ഈ ആരോപണ വിധേയരെ അവരവരുടെ പദവികളിൽ നിന്ന് മാറ്റാതെ ഒരു അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. PV അൻവറിനെ തള്ളുന്നതിൻ്റെ, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് നിരാകരിക്കുന്നതിൻ്റെ, അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല എന്നതിൻ്റെ സൂചനയാണോ ഇപ്പോൾ LDF കൺവീനർ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിജയകുമാർ, അത് തന്നെയാണ്. PV അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണം എല്ലാം ശരിയാകണമെന്നില്ല, അതിൽ പരിശോധന നടക്കട്ടെ, വസ്തുതയാണെങ്കിൽ നടപടി ഉണ്ടാകും. അല്ലാതെ ആരോപിച്ചു എന്നതിന്റെ പേരിൽ എന്തെങ്കിലും നടപടിയിലേക്ക് കടക്കേണ്ടതില്ല എന്നതാണ് ഇടതുമുന്നണിയുടെ നിലപാട് എന്ന് വളരെ കൃത്യമായി പറയുന്നു. മറ്റൊരു കാര്യം, മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചത്, ഇടതുമുന്നണിയുടെ ഒരു MLA ഇത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലാണോ പറയേണ്ടത് അതോ സർക്കാരിലാണോ എന്നുള്ള കാര്യത്തിൽ അതിൽ സംശയമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് പരസ്യമായി അത്തരത്തിൽ, അതായത് ഒരു പരസ്യമായ വിഴുപ്പലക്കിലേക്ക് പോകേണ്ടിയിരുന്നില്ല എന്നുള്ള നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അൻവറിനെ പൂർണ്ണമായും തള്ളി പറഞ്ഞു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ അൻവർ പറഞ്ഞ പരാതിയിലെ ആരോപണങ്ങളെ അതേപടി ശരിവെച്ചുകൊണ്ടൊരു നടപടിയിലേക്ക് കടക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിമാറ്റത്തെക്കുറിച്ച് AK ശശീന്ദ്രൻ മന്ത്രിമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരമൊരു കാര്യം ഇടതുമുന്നണിയുടെ പരിഗണനയിൽ നിലവിലില്ല എന്നുകൂടിയാണ് വ്യക്തമാക്കിയത്. വിജയകുമാർ.